അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മാംഗ്ലൂരിൽ നടന്ന ഈ പ്രതിഷേധ പരിപാടി അത്ഭുതപ്പെടുത്തുന്ന, ആരും ശ്രദ്ധിക്കാത്ത പോയ ഒരു അത്ഭുത കാഴ്ച നിങ്ങളുമായി പങ്കുവെക്കാൻ, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ആരെയും അമ്പരപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ഇന്ന് നടക്കുന്ന വഖഫ് ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി, മുസ്ലിമുകളുടെ ശക്തി പ്രദർശിപ്പിക്കാൻ വേണ്ടി പല നിലക്കുള്ള പ്രചരണങ്ങളൊക്കെ നടന്നു. ഈ പ്രചരണം അത്ഭുതകരമായി ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി, ആ പ്രതിഷേധ പരിപാടിക്ക് പോയപ്പോൾ മനസ്സിൽ ഓടി വന്നത് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സംഭവം. ഒരു തീറ്റക്കാരൻ സുപ്രയിലേക്ക് ഭക്ഷണം മാന്തി തിന്നാൻ വേണ്ടി എങ്ങനെയാണ് ആർത്തി പിടിക്കുന്നത്, അതുപോലെ ഈ സമൂഹത്തെ, ഈ സമുദായത്തെ, ഈ മുസ്ലിം സമുദായത്തെ മാന്തി തീർക്കുമെന്നാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഫഖാൽ ഖായിലുൻ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ. അന്നേരം ഞങ്ങൾ ചുരുങ്ങിയവരായിരിക്കുമെന്നാണ്, ഞങ്ങൾ അന്ന് കുറച്ച് പേരായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയും അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന്. ബൽ അംതും യൗമഇദിൻ കസീർ, നിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, നിങ്ങൾ മലവെള്ളത്തിലെ മാലിന്യ പോലെയായിരിക്കുമെന്നാണ്. കഗുസാഇസ് സൈൽ, മലവെള്ളത്തിൽ വരുന്ന മാലിന്യത്തിന് ദിശാബോധമില്ലല്ലോ. വെള്ളം എങ്ങോട്ട് ഒഴുകുന്നോ അങ്ങോട്ട് ഒഴുകും. അതിൽ പൂച്ചയുണ്ടാകും, ചത്ത പാമ്പുണ്ടാകും, പല കച്ചറങ്ങളെല്ലാം അതെങ്ങോട്ട് ഒഴുകുന്നു അങ്ങോട്ട്. ആ ഒരു രീതിയിലായിരിക്കുകയാണ് നമ്മുടെ ചില പ്രതിഷേധങ്ങൾ, ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ. തീർച്ചയായും മുസ്ലിം സമുദായത്തെ തീർച്ചയായും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മുടെ ഭാഗത്തില്ലെങ്കിൽ ഒരുപാട് നഷ്ടം ഈ സമൂഹം നേരിടേണ്ടി വരും. ഈ അത്ഭുതകരമായൊരു കാഴ്ച എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ കണ്ണും നിറഞ്ഞു പോവുകയാണ്. ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധ്യമായത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ, ഒരു സംഘത്തെ നിങ്ങൾക്കെതിരായി വന്ന് ഒരു സംഘത്തെ കണ്ടാൽ അള്ളാഹുവിൻ്റെ റസൂൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫസ്ബുത്തു, നിങ്ങളെല്ലാവരും അടിയുറച്ച് നിൽക്കണമെന്ന്, അതിനെ പ്രതിഷേധിക്കുന്നതിനും എല്ലാ വിഷയത്തിനും. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അള്ളാഹുവിനെ ധാരാളം ഓർക്കുകയും അതുപോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. വഅത്തിഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുകയും വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കാതിരിക്കുക. ഫതഫ്സലു, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങൾ ഭീരുത്വമുള്ളവരാകും. തദ്ഹബു റീഹുക്കും, നിങ്ങൾക്ക് കാറ്റുപോകും. വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നാണ്. വസ്ബിറു, നീ ക്ഷമ കൈകൊള്ളുക, ക്ഷമിക്കുന്നവരെ കൂടെയാണ് അള്ളാഹു ഉള്ളത് എന്നാണ്. നോക്കൂ, ഈ ഒരു പ്രതിഷേധയിൽ ഈ കാണുന്ന ഒരു കാഴ്ച, ഒരു പ്രായമുള്ളവർ പൊരിയുന്ന ഈ വെയിലത്ത് പോലും അള്ളാഹുവിൻ്റെ ദീനിൻ, പരിശുദ്ധമായ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച, വഖഫ് ചെയ്ത, ഈ ദാനധർമ്മമായി നൽകിയ ഈ ഒരു വസ്തു, അതിനെതിരെ ഭേദഗതി ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ അതിനെ പ്രതിഷേധിക്കാൻ നിങ്ങളെ കൂടെ ഞാനുമുണ്ട്, തൻ്റെ ആരോഗ്യമൊന്നും കണക്കിലെടുക്കാതെ ഓടിയെത്തിയ ഈ പ്രായമുള്ള ഈ ഒരു പ്രതിഷേധയിൽ പങ്കെടുത്ത ഇദ്ദേഹത്തെ കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ്. അള്ളാഹു ആഫിയത്ത്, ആരോഗ്യം തരട്ടെ. നോക്കൂ, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അനാവശ്യമായ റീൽസും വീഡിയോയും കണ്ട് തൻ്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാ,
ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇത് ദീനിന് വേണ്ടിയുള്ളതാണ്, ദീനിൻ്റെ സംരക്ഷണത്തിനുള്ള ഒരു പൊരുതലാണ്. ഞാനും അതിൽ ഒരു ഭാഗിയാകണമെന്ന് തൻ്റെ പ്രായമോ തൻ്റെ ആരോഗ്യമോ ഒന്നും വിലവെക്കാതെ ഓടിയെത്തിയ ഈ മനുഷ്യൻ, നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അത്ഭുതകരമായ കാഴ്ചയാണ്, യുവാക്കളൊക്കെ നാണിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആഫിയത്ത് ആരോഗ്യം നൽകട്ടെ. ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. ഇത് അള്ളാഹുവിൻ്റെ ദീനുമായിട്ടുള്ള കളിയാണ്. അപ്പോൾ അതിനെതിരെ ഫസ്ബുതു, നിങ്ങൾ അടിയുറച്ചു നിൽക്കുകയും വലാ തനാബസു, പരസ്പരം ഭിന്നിക്കാതെ ഒന്നിച്ചിരുന്നു കൊണ്ട് ചേർത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യപരിപാടികൾ ആര് നടത്തുന്നു, എങ്ങനെ നടത്തുന്നു എന്നല്ല, എന്താ